ഇപ്പോൾ നെയ്മർ ജൂനിയർ എന്ന താരത്തിന്റെ അഭാവം അത് ഈ മത്സരത്തിലാകെ മൊത്തം പ്രകടമായിരുന്നു. പലപ്പോഴും മൊറോക്കോയുടെ ഒരു നമ്മൾ പ്രതിരോധ നിര എന്ന് നമ്മൾ പറയുന്ന സാധാരണഗതിയിൽ ഗോൾ കീപ്പറുടെ തൊട്ടു മുന്നിലായി നിൽക്കുന്ന ലൈനാണ്. പക്ഷേ മൊറോക്കോയെ സംബന്ധിച്ച് പ്രതിരോധ നിര അതല്ല. അവരെ സംബന്ധിച്ച് ഏത് താരവും ഒരേപോലെ വന്ന് ഇറങ്ങി കളിക്കാനും പ്രതിരോധിക്കാനും കെൽപ്പുള്ള താരങ്ങളാണ്. അത്ര വലിയൊരു സ്ട്രെങ്ത് ഉള്ള നിരയെ കീറി മുറിച്ചു പോകാൻ നെയ്മർ ജൂനിയർ പോലെ താരം അനിവാര്യമായിരുന്നു. അതില്ലാത്തത് ക്ഷീണമുണ്ടാക്കി. തീർച്ചയായും നെയ്മർ ജൂനിയറിനെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നെയ്മർ ജൂനിയറിനെ പോലെ ക്രിയേറ്റീവ് ആയിട്ടൊരു പ്ലെയർ ഇപ്പോൾ ബ്രസീൽ ടീമിൽ വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അങ്ങനെ ഒരു മൂവ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു മൂവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്തായാലും ഒരു ടീമിൽ അത്യാവശ്യമാണ്. അപ്പോൾ ബ്രസീലിന് അങ്ങനെ ക്രിയേറ്റീവ് മിഡ്ഫീൽഡേഴ്സ് ഇല്ല. അപ്പോൾ ആ റോള് ചെയ്യാൻ പറ്റുന്ന ഏക പ്ലെയർ എന്ന് പറയുന്നത് നെയ്മർ മാത്രമാണ്. അപ്പോൾ ആ നെയ്മറിൻ്റെ ഒരു അഭാവം ഇന്ന് എന്തായാലും ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല പഴയ ഒരു സാമ്പാ താളമൊന്നും നമുക്ക് ആ ബ്രസീലിൻ്റെ കളിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഭൂരിഭാഗം പ്ലെയേഴ്സും യൂറോപ്പിൽ കളിച്ചു വരുന്ന പ്ലെയേഴ്സാണ്. പരിശീലകനും യൂറോപ്പിൽ ഉള്ള പരിശീലകനാണ്. അപ്പോൾ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഫുട്ബോൾ കളിക്കാനാണ് ബ്രസീൽ കൂടുതലും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെ സാമ്പാ താളവും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതലും ലോങ് ബോളുകളും അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് അവർ കളിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കളിയിൽ ആ ഒരു ട്രിക്ക് വർക്കാവുന്നില്ല എന്നറിയുമ്പോൾ മറ്റെന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ടൊരു താരം വേണം. അങ്ങനെ ഒരു താരമാണ് നെയ്മർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയറിന്റെ അഭാവം എന്തായാലും ഇന്നത്തെ മത്സരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എടുത്തു പറയേണ്ട ഒരു താരം എന്ന് പറയുന്നത് ബൗദിയാണ്. അയ്യൂബ് ബൗദിയെ പറയാതെ പോകില്ല. കാരണം 8ാമത്തെ യങ്ങസ്റ്റ് പ്ലെയർ ആണ് അയ്യൂബ് ബൗദി എന്ന് പറയുന്ന പ്ലെയർ. ആള് 18 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കറിയാം ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ആ ഒരു പൊസിഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുന്ന് ആണ് ഗെയിമിന്റെ ഒട്ടുമിക്ക ടെമ്പോ പോകുന്നത്. ആ പൊസിഷനിൽ നിന്ന് ഇത്രയും ചെറുപ്രായക്കാരനായ ഒരു പ്ലെയർ ബ്രസീലിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡ്, അതായത് ബ്രൂണോ ഗെമാരസ്, കസമെറോ അടങ്ങുന്ന ആ ആളുകളെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ആളുടെ ഒരു കപ്പാസിറ്റി തന്നെയാണ്. മാത്രമല്ല ഈ ഗെയിമിൻ്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് അക്യുറേറ്റ് ടച്ചസ്, മോസ്റ്റ് അക്യുറേറ്റ് പാസസ്, പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് ബോൾ ക്യാരീസ്, സെക്കൻഡ് മോസ്റ്റ് ഡ്രിബിൾസ്, സെക്കൻഡ് മോസ്റ്റ് ഡ്യുവൽ വോൺസ്, ഇത് ഫുള്ള് അയ്യൂബ് ബൗദിന്റെ അദ്ദേഹത്തിന്റെ ഹീറ്റ് മാപ്പ് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കി. ഗ്രൗണ്ട് ഫുൾ അദ്ദേഹത്തിന്റെ ഏരിയ മാത്രമല്ല അവിടെ ഹരി എങ്ങനെയാണ് അതാണ് ചെറിയ ഇപ്പൊ ന്യൂറ സൂചിപ്പിച്ച പോലെ ഈ കണക്കുകൾ പറയുമ്പോൾ 18 വയസ്സേ ഉള്ളൂ എന്ന് വിചാരിക്കണം. ലോകകപ്പ് പോലെ വലിയൊരു വേദിയിൽ വന്നിട്ട് അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ ഒരു പ്രഷറും ഇല്ലാതെ കളിക്കുകയാണ്. അപ്പോൾ അതൊരു മൊറോക്കോക്ക് എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ ഇനി മുന്നോട്ടുള്ള കളികളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ നിർണായകമാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൊറോക്കോക്ക് ഒരു പുത്തൻ താരോദയം കൂടി വന്നിരിക്കുന്നു എന്ന് പറയാം. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഫ്രാൻസിൽ നിന്ന് മൊറോക്കോൻ പാസ്പോർട്ട് എടുത്തിട്ട് ആള് മൊറോക്കോയിൽ കളിക്കാൻ വരുന്നത്. ലോകകപ്പിന് തൊട്ട് മുന്നാണ് അദ്ദേഹം അണ്ടർ 21 ഫ്രാൻസ് ടീമിലുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഫ്രാൻസുകാരെ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. കാരണം മുത്തു പോലത്തെ ഒരു താരം എന്നൊക്കെ പറയില്ലേ, ബൗദിയാണ് ഇന്ന് ലോക്ക് ചെയ്ത്. നേരത്തെ നമ്മൾ രാവിലെ സംസാരിച്ച വിനീഷ്യസ് ജൂനിയർ അവിടെ അഷ്റഫ് ഹക്കീമിയുടെ അഭാവം കിട്ടുന്ന സമയത്ത് വിനീഷ്യസ് പന്തുമായി എത്തും. വിനീഷ്യസിനെ അവിടെ തകർക്കാൻ ഈ അയ്യൂബും ബൗദിയും ടീം അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ.